വേണ്ടവേ വേണ്ട. ഞങ്ങൾക്ക് ഇപ്പോഴാണ് വെള്ളം കിട്ടിയത്. ആ വെള്ളമില്ലാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വെള്ളം വേണം. ഇവിടെ കമ്പനി വരണ്ട. ഇന്ന് നിർമ്മാണം മക്കളിലൊക്കെ തെറ്റിക്കാനാണ് ഇത് കൊണ്ടുവരുന്നത്. ഈ കമ്പനി വേണ്ട. ഞങ്ങൾക്ക് നാല് പാടുപെട്ടിട്ട് കുടിക്കാൻ വേണ്ടിയില്ലാണ്ടാക്കുകയാണ് ഇവര്. ഇന്ന് പിന്നെ പൊന്ത നേരെയാക്കും, നാളെ വെത്ത് നേരെയാക്കും വേണ്ടി ഇവിടെ വിടുകയില്ല. കൊക്കക്കൊല്ലിൽ അതുപോലെ ചെയ്തത്, അതുപോലെ ഇവിടെ വിടില്ല. ഏതായാലും ഇവർ ഈ ഒരു നിർമ്മാണ പ്രവർത്തനവുമായി സഹകരിക്കില്ല, അല്ലെങ്കിൽ അവരെ കടത്തിവിടാൻ JCB അടക്കമുള്ള ഉപകരണങ്ങൾ കടത്തിവിടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഇപ്പോഴും ശക്തമായ പ്രതിഷേധം. ഈ ഒരു വഴിയിലേക്ക് JCBയോ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങളോ ഒന്നും കയറ്റിവിടാൻ കഴിയാത്ത രീതിയിലേക്ക് ഉള്ള രീതിയിൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന മേഖലയല്ലേ ഈ എലപ്പുള്ളി. പാലക്കാട് പൊതുവിലും ഈ എലപ്പുള്ളിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. പണ്ട് പ്ലാച്ചിമടയിലെ സമരങ്ങളൊക്കെ നമുക്കറിയാം. കൊക്കക്കോള പ്ലാന്റ് വരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ അതേ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായ ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഇവിടെ ജലചൂഷണം നടക്കില്ല എന്ന്. ഏത് തരത്തിലാണ് ജലചൂഷണം നടക്കില്ല എന്ന് ഇവർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്? തീർച്ചയായും അതാണ് ഇവിടെ ഒരു പ്രധാന വിഷയമായി നിൽക്കുന്നത്. കാരണം ഈ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ്. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചാൽ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം എത്രമാത്രം രൂക്ഷമാണെന്ന് അറിയാം. പ്രസിഡന്റ്, ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം എത്രമാത്രം രൂക്ഷമാണ് ഈ സ്ഥലത്ത്? തീർച്ചയായും കുടിവെള്ള പ്രശ്നം ഇത് കിഴക്കൻ മേഖലയുടെ ഒരറ്റമാണ്. ഇവിടെയും കുടിവെള്ള പ്രശ്നം ഇതുവരെയും രൂക്ഷം തന്നെയായിരുന്നു. പല സമയത്തും നമ്മളിവിടെ ടാങ്കർ ലോറിയിൽ വെള്ളം സപ്ലൈ ചെയ്തിട്ടുള്ള പ്രദേശങ്ങളാണ്. പക്ഷെ മിനി കുടിവെള്ള പദ്ധതികൾ നമ്മളിവിടെ നടപ്പിലാക്കി പ്രാദേശികമായിട്ട് 10-50 വീടുകൾക്ക് കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു പദ്ധതി വെച്ചത് കൊണ്ടാണ് ഇവിടെയുള്ള ആൾക്കാർ വെള്ളം കുടിച്ചു പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സ്ഥലത്ത് പല പ്രദേശങ്ങളും ചതുപ്പ് നിലങ്ങളാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഡാറ്റ ബാങ്കിലുള്ളത് അല്ലെ? അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. എങ്ങനെ ചതുപ്പ് നിലങ്ങൾ പോലെയാണ്? അല്ല, ഡ്രൈ ഏരിയ ആണല്ലോ. നിങ്ങൾക്ക് ഈ പ്രദേശം, ഈ ഒയാസിസിന്റെ സ്ഥലം നിങ്ങൾ എല്ലാവരും സന്ദർശിച്ചതല്ലേ? മുള്ളു ചെടികൾ പിടിച്ച ഡ്രൈ ഏരിയ ആണ്. പണ്ട് കരിമ്പ് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഇവിടെ നെൽകൃഷി ചെയ്യാണ്ട് ഇട്ടുവെച്ചിട്ടുള്ളത്. തീർച്ചയായും അടുത്ത മാസം 6-ാം തീയതി കേസുണ്ട് ഹൈക്കോടതിയിൽ. ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുള്ള കേസ് അടുത്ത മാസം 6-ാം തീയതി ഉണ്ട്. അതിന് പുറമെയാണ് 4 ദിവസം മുൻപ് ഭരണസമിതി തീരുമാനം എടുത്തത്. ഭരണസമിതി കേസിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിലനിൽക്കെ ഇവര് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പെട്ടെന്ന് തന്നെ പണികൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തിട്ടുള്ളത്. കമ്പനി ഇവിടെ അനുമതി നൽകരുതെന്നാണ് കേസ് അല്ല, ഹൈക്കോടതിയിലാണ്. തീർച്ചയായും കൊടുത്ത അനുമതി പിൻവലിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വാദം തുടങ്ങിയിരുന്നു. കേസിന്റെ വാദം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായിട്ട് കേസിന്റെ വാദം തുടങ്ങിയിട്ടുണ്ട്. ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ കൂടിയാണ്. 6-ാം തീയതി കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നടപടിയുമായി കമ്പനി അധികൃതർ വരുന്നത്. അങ്ങനെ കോടതി നടപടിയിലിരിക്കുന്ന അല്ലെങ്കിൽ കോടതി വ്യവഹാരത്തിലുള്ള ഒരു കാര്യത്തെ പറ്റി ഞങ്ങൾ പ്രതികരിക്കുക പോലുമില്ല എന്നൊക്കെ പറയുന്ന മനുഷ്യരാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഈ ഒയാസിസ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴത്തെ JCB ഒക്കെ കൊണ്ടുവന്ന് ആ നിലമൊക്കെ മാറ്റി അത് ശരിയാക്കി നിർമ്മാണ പ്രവർത്തികൾക്ക് ഒരുക്കാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നാട്ടുകാർ സമരസമിതി പ്രതിഷേധവുമായി ആ സ്ഥലത്തേക്ക് എത്തിയത്. അവർ കക്ഷി